ഹലോ ഫ്രണ്ട്സ്, ഷാഡോക്കയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഹൈക്കോടതി ചോഫർ ഗ്രേഡ് 2, അതായത് ഹൈക്കോടതി ഡ്രൈവറുടെ റാങ്ക് ലിസ്റ്റിൻ്റെ ഡീറ്റെയിൽ ആണ്. അപ്പോൾ എല്ലാവർക്കും കുറേ ഡൗട്ടുകളുണ്ടാവും. അതിൻ്റെ വിശദീകരണമായിട്ടാണ് ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ലിസ്റ്റിൻ്റെ കാലാവധി പറയുന്നത് 2 വർഷമാണ്. പിന്നെ എല്ലാവർക്കും ഡൗട്ടുള്ള പോലെ ഇതിൻ്റെ റൊട്ടേഷൻ എന്ന് പറയുന്നത് അതർ ദാൻ ലാസ്റ്റ് ഗ്രേഡ്, PSCയുടെ അതർ ദാൻ ലാസ്റ്റ് ഗ്രേഡിൽ എല്ലാ റൊട്ടേഷൻ പോലെയാണ് ഇതിൽ റൊട്ടേഷൻ വരുന്നത്. അപ്പോൾ ഇതിൽ പ്രതീക്ഷ വെക്കേണ്ട ആൾക്കാരെന്ന് പറഞ്ഞു വെച്ചാൽ ആദ്യത്തെ ഒരു 30 റാങ്കുകാർ അവർ മാത്രം പ്രതീക്ഷ വെക്കാൻ പറ്റുള്ളൂ. എന്തെന്ന് വെച്ചാൽ ഈ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഒരു 18 തസ്തിക എന്തോ വേക്കൻസി വന്നുള്ളൂ, മാക്സിമം 20. കാരണം തസ്തിക വളരെ കുറവാണ്. ആയതുകൊണ്ട് നമ്മൾ പുറകിലുള്ള റാങ്കുകൾ പ്രതീക്ഷ വെക്കണ്ട എന്നാണ് നമ്മുടെ അഭിപ്രായം. എന്തെന്ന് വെച്ചാൽ കൂടുതൽ പേർക്കും കിട്ടില്ല. പിന്നെ നമ്മളിതിന് ബാക്കിൽ പുറകിൽ വർക്ക് ചെയ്ത് കിട്ടിയില്ല എന്നുകൊണ്ട് സങ്കടപ്പെടാൻ കരുതില്ല. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ 30 റാങ്കിനുള്ളിൽ അല്ലെങ്കിൽ 50 റാങ്കിനുള്ളിൽ റൊട്ടേഷനിൽ വരാത്ത കാസ്റ്റുകാർക്ക് മാത്രമേ പിന്നീട് ബാക്കിലുള്ളവർ പ്രതീക്ഷിച്ചാൽ മതി. ഇല്ലാത്തവർ വെറുതെ പ്രതീക്ഷ വെക്കരുത്. അപ്പോൾ ഇതിൻ്റെ ശമ്പള സ്കെയിൽ പറയുന്നത് നമ്മുടെ ഇവിടുത്തെ എക്സൈസ് ഡ്രൈവർ അല്ലെങ്കിൽ LD അതിൻ്റെ സെയിം സ്കെയിൽ തന്നെയാണ്. 26,500 സ്റ്റാർട്ട് ചെയ്യണത്. അതുപോലെ തന്നെ സുഹൃത്തുക്കളെ, ഈ ജോലിയുടെ സ്വഭാവം എന്ന് പറയുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ ലീവുകളോ അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ തരുന്ന പോലെ PSC തരുന്ന പോലെയുള്ള ലീവുകളൊന്നും നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ല. കാരണം ഡ്യൂട്ടിൻ്റെ സ്വഭാവം അങ്ങനെയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ, ഈ ഫ്രണ്ടിൽ മുൻനിരയുള്ള റാങ്കുകാർ കൂടുതലും മറ്റുള്ള ലിസ്റ്റുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവും. ഇപ്പോൾ പറയുകയാണെങ്കിൽ എക്സാമ്പിളാണ് വെച്ചാൽ യൂണിവേഴ്സിറ്റി ഡ്രൈവറിൽ നോക്കിയാൽ കൂടുതൽ പേരും ഈ ലിസ്റ്റിലും ആ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ അവരെന്ത് ചെയ്യുക വെച്ചാൽ ഒഴിഞ്ഞു മാറി കൊടുക്കുക. അതായത് വരുന്ന മറ്റേ പുറകിലുള്ള ജോലിയില്ലാത്ത നിങ്ങളുടെ അതേ കാസ്റ്റുകാരോ അല്ലെങ്കിൽ മറ്റുള്ള സുഹൃത്തുക്കൾക്ക് ഒഴിഞ്ഞു മാറി കൊടുത്താൽ വളരെ ഉപകാരമാകും. കാരണം നിങ്ങൾ ഇതിൽ കയറി പോയി കഴിഞ്ഞാൽ വെച്ചാൽ NJDയോ അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ടോ വരിക. ആ ഫ്രഷ് ആയി വരുമ്പോൾ എന്താ വേറെ റൊട്ടേഷനിൽ പോകും. അപ്പോൾ നിങ്ങളുടെ അതേ കാസ്റ്റ് അല്ലെങ്കിൽ വേറെ ആർക്കാണ് അവർക്ക് ഭയങ്കര സങ്കടം. ഒരു ഫാമിലിക്ക് എന്താ പറയുക മുൻനിരയിൽ വരാനുള്ള, സമൂഹത്തിന് മുൻനിരയിൽ വരാനുള്ള ചാൻസ് നഷ്ടപ്പെടും. അപ്പം മാക്സിമം എല്ലാ സുഹൃത്തുക്കളും എന്തെന്ന് വെച്ചാൽ വേറെ ജോലി ഉണ്ട് അല്ലെങ്കിൽ കിട്ടാൻ സാധ്യതയുണ്ട് വെച്ചാൽ ഒന്ന് മാറിക്കൊടുത്താൽ വളരെ ഉപകാരമായിരിക്കും മറ്റുള്ള സുഹൃത്തുക്കൾക്ക്. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 30 വരെയുള്ളത് പറഞ്ഞത് മാക്സിമം പോയാൽ ഒരു 50 വരെയൊക്കെ എത്തും. അപ്പോൾ ഇതിന് ആ 50-നുള്ളിൽ ഉള്ള എല്ലാ സുഹൃത്തുക്കളും മറ്റുള്ളവർ വേറെ ജോലിയിലുണ്ടോ നോക്കി അതിനുവേണ്ടി വർക്ക് ചെയ്ത് അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ചെയ്യുക. എന്താ വെച്ചാൽ എനിക്കിങ്ങനെ ഒരു ജോലി ഇല്ല, അപ്പോൾ അതൊക്കെ പറഞ്ഞ് അവരോട് മനസ്സിലാക്കി NJD ആക്കുക അല്ലെങ്കിൽ ഡെലീഷൻ ആക്കിയിട്ട് അതിനുള്ള വർക്കും കൂടി ചെയ്തു വെച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ജോലി കയറാം. അപ്പോൾ സർവീസും കിട്ടും. അതുപോലെ സുഹൃത്തുക്കളെ, ഇതിൻ്റെ NJD ഡെലീഷൻ അത് എങ്ങനെ വാങ്ങാം, ആരുടെ ചോദിക്കാം എന്നൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാകും. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ റിക്രൂട്ട്മെൻറ്റ് സെല്ലിലേക്ക് കോൺടാക്ട് ചെയ്യുക. അതുമില്ലെങ്കിൽ ഒരു RTI വെക്കുക, വിവരാവകാശം വെച്ചിട്ട് ചോദിക്കുക, അത് എങ്ങനെയാണ് ഡീറ്റെയിൽസ് എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ അതിനനുസരിച്ച് വർക്ക് ചെയ്ത് എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ നീക്കുക. അപ്പോൾ പുറകിലുള്ള റാങ്കുകാർക്ക് പെട്ടെന്ന് തന്നെ ജോലി കയറാനും അവർക്ക് സർവീസ് കിട്ടാനും സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ ഇനി റാങ്ക് ലിസ്റ്റിലോട്ട് വന്നു വെച്ചാൽ 2 കാറ്റഗറിയിലാണ് നമ്മൾ വിളിച്ചത്. അതായത് റിക്രൂട്ട്മെൻറ്റ് നമ്പർ പറയുന്നത് 12ഉം 13/2022. ഇതിൽ 12 പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഹിന്ദു നാടാർ, സ്പെഷ്യലായി NCA വിളിച്ചാണ്. അതിലിപ്പോൾ നമ്മൾ 100 നോക്കി വെച്ചാൽ 1% അവർക്ക് റൊട്ടേഷൻ വരുന്നുള്ളൂ 60. അപ്പോൾ ഇതിൽ ആദ്യ റാങ്കുകാരെ വന്നിട്ട് മിക്കവാറും വേറെ ജോലിയിലുണ്ടാകാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതിലുള്ള കാസ്റ്റുകാർ അതൊന്ന് ശ്രമിച്ചിട്ട് വേണമെങ്കിൽ രണ്ടാമത്തെ ആൾക്കാർക്ക് കിട്ടാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ വരുന്നത് റിക്രൂട്ട് നമ്പർ 13 13 പറയുന്നത് നോർമലായി വിളിച്ചാണ്. അതിൽ ഫസ്റ്റ് റാങ്ക് പറയുന്നത് വരുൺ ചന്ദാണ്. ആൾക്ക് എൻ്റെ വകയും ഞങ്ങളുടെ ഷാഡോ അക്കാഡമിയുടെ വകയും അഭിനന്ദനങ്ങൾ നേരുന്നു. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് നമ്മുടെ പാലക്കാട് തത്വമംഗലത്തുള്ള മദീന ഡ്രൈവിംഗ് സ്കൂളിൽ വന്ന് പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ ഫസ്റ്റിൽ വന്ന ആളാണ്. അതിനെ ഇന്നലെ മദീന ഡ്രൈവിംഗ് സ്കൂളിൻ്റെ പ്രൊപ്പറേറ്ററും സാറുമായിരുന്ന സബിക് സാർ നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. വളരെ സന്തോഷത്തിലായിരുന്നു അദ്ദേഹം. അപ്പോൾ അദ്ദേഹവും വളരെ സന്തോഷമായി ആളിനെ വിളിച്ച് ഒരു കൺഗ്രാജുലേഷൻ പറയണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. സാറ് വിളിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ 2ാം റാങ്ക് കിട്ടിയ സുഹൃത്ത് വിഷ്ണു കേക്കും ഞങ്ങളുടെ കൺഗ്രാജുലേഷൻ. പിന്നെ ഈ റാങ്കിൽ ഉൾപ്പെട്ട എല്ലാ സുഹൃത്തുക്കൾക്കും കൺഗ്രാജുലേഷൻ നേരുന്നു. നിങ്ങൾ വിചാരിക്കും ബാക്കിയുള്ളവർക്ക് കിട്ടില്ല, അപ്പം നിങ്ങൾ എന്തെങ്ങനെ പറയാം, അങ്ങനെയൊന്നും കരുതണ്ട. നമ്മളൊരു റാങ്ക് ലിസ്റ്റിൽ വരണമെങ്കിൽ ഒരുപാട് കടമ്പകൾ കിടക്കണം. അതിലും ഉപരി പറഞ്ഞു വെച്ചാൽ നമ്മുടെ ഈ ഡ്രൈവർ റാങ്ക് ലിസ്റ്റ് പറഞ്ഞു വെച്ചാൽ മറ്റുള്ള ലിസ്റ്റുകൾ പോലെയല്ല. ആദ്യം റിട്ടേൺ ടെസ്റ്റ് എഴുതണം, അത് കഴിഞ്ഞാൽ റോഡ് ടെസ്റ്റ്, അത് കഴിഞ്ഞ് ഇൻ്റർവ്യൂ, അതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടുന്നത്. അപ്പോൾ എത്ര കഷ്ടമാണെന്ന് എല്ലാ സുഹൃത്തുക്കൾക്കും അറിയാം അല്ലേ. ഇനിയിപ്പോൾ നമ്മൾ വിളിക്കാൻ പോണ പോലീസ് ഡ്രൈവർ ആയാലും അതിൽ ഇതുപോലെ തന്നെയാണ്. ഇപ്പം മാറി ഫിസിക്കലടക്കം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടാൻ വളരെ കഷ്ടപ്പെട്ട് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ മദീന ഡ്രൈവിംഗ് സ്കൂൾ സാർ പറഞ്ഞിട്ടുണ്ട്, ഇനി വരുന്ന PSCയുടെ ആയാലും മറ്റ് റിക്രൂട്ട്മെൻറ്റ് സെല്ല് വിളിക്കുന്ന ഡ്രൈവറുടെ ആയാലും ഇപ്പോൾ തന്ന പോലെ തന്നെ നമ്മുടെ ഹൈക്കോടതി ഡ്രൈവർക്ക് ഏകദേശം ഒരു 75%-ലുപരി
വരുന്ന റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട സുഹൃത്തുക്കളെ വന്ന് ഇവിടുന്ന് ടെസ്റ്റ് പഠിച്ചിട്ട് പോയത്. അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ കൊടുക്കാൻ പറ്റിയെന്നാണ് സാറ് പറഞ്ഞത്. എല്ലാവർക്കും നല്ലപോലെ പ്രാക്ടീസ് കൊടുക്കലും അതുപോലെ ക്ലാസ് കൊടുത്ത് ഇൻ്റർവ്യൂക്കും എല്ലാത്തിനും ക്ലാസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയുള്ള റാങ്ക് ലിസ്റ്റും സാർ അതുപോലെ തന്നെ കൊടുക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇനി വരുന്ന റാങ്ക് ലിസ്റ്റിൽ എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ ഇനി എങ്ങനെയാണ് ടെസ്റ്റ് പഠിക്കേണ്ടത്, ടെസ്റ്റ് പഠിക്കാനുള്ളത് അങ്ങനെയൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ മദീന ഡ്രൈവിംഗ് സ്കൂളിൻ്റെ പ്രൊപ്പറേറ്ററായ സബീഖ് സാറിനെ വിളിച്ചാൽ മതി. സാറ് പറഞ്ഞു തരും എങ്ങനെ പഠിക്കണം എന്നുള്ളത്. പുതിയതായിട്ട് ടെസ്റ്റിൻ്റെ രീതികൾ മാറ്റി എന്നൊന്നും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അത് എല്ലാം തന്നെ സബീഖ് സാറ് നിങ്ങൾക്ക് പറഞ്ഞു തന്ന് വളരെ കൃത്യമായിട്ട് ക്ലാസ്സുകൾ തന്നിട്ട് നിങ്ങൾക്ക് ഒരു ടെസ്റ്റിന് പങ്കെടുത്ത PSCയിൽ എങ്ങനെ മാർക്ക് നേടാം എന്നുള്ളത് സാറ് വളരെ കൃത്യമായി പറഞ്ഞു തരും. അപ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടോ വെച്ചാൽ ഒന്നില്ലെങ്കിൽ നമ്മുടെ ഷാഡോ അക്കാഡമിനെ ബന്ധപ്പെടുക, എല്ലാ വെച്ചാൽ മദീന സ്കൂളിൻ്റെ പ്രൊപ്പറേറ്ററെ ബന്ധപ്പെടുക. പിന്നെ നമ്മുടെ ഈ റാങ്ക് ലിസ്റ്റ് പറയുന്നത് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഉൾപ്പെടുന്നതായിരിക്കും. പിന്നെ സുഹൃത്തുക്കളെ, നിങ്ങളോടൊരു സോറിയും കൂടെ പറയാനാണ് വന്നത്. നമ്മുടെ പഴയ വീഡിയോകളിൽ ഈ കുറച്ച് റീസെൻ്റായിട്ട് വീഡിയോകളിൽ സൗണ്ട് കുറച്ച് പ്രശ്നങ്ങളായിരിക്കും. അത് ഞാനില്ലാത്ത കാരണം വേറൊരു സുഹൃത്ത് ചെയ്തപ്പോൾ ചെറിയ വന്നൊരു മിസ്റ്റേക്കാണ്. അപ്പോൾ ഇനി അങ്ങനെ ഉണ്ടാവില്ല. പിന്നെ ഇനി വരുന്ന എല്ലാ അപ്ഡേഷനും നമ്മുടെ ചാനലിലൂടെ തരുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ വെച്ചാൽ നമ്മുടെ ഹാരിസ് സാറിനോ അല്ലെങ്കിൽ ഇതിൽ വേറൊരു നമ്പറും കൂടി ഇടാം, അവരെ കോൺടാക്ട് ചെയ്താൽ മതി. അതിൻ്റെ ഡീറ്റെയിലൊക്കെ നിങ്ങൾക്ക് തരും. സുഹൃത്തുക്കളെ, അതേപോലെ തന്നെ നിങ്ങളിലൂടെ ഞാനൊരു വലിയ മനുഷ്യനെ താങ്ക് യു പറയണം. കാരണം നമ്മുടെ ഹാരിസ് സാറിനെ, കാരണം ഇതിൻ്റെ പുറകിൽ പിന്നാമ്പുറത്ത് ഒരുപാട് വർക്ക് ചെയ്ത് നിറയെ പേരെ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ നമ്മളെല്ലാവരും സഹായിച്ചൊരു വ്യക്തിയാണ് ഹാരിസ് സാറ്. കാരണം നിലവിൽ സാറിപ്പോൾ എന്താ പറയുക, എക്സൈസ് ഡ്രൈവറിൽ ജോലി ചെയ്തുകൊണ്ട് വരികയാണ്. അതേപോലെ തന്നെ ഈ ഇടയ്ക്ക് വന്ന ജയിൽ ഡ്രൈവറിൽ 3-ാം റാങ്ക് കിട്ടി. അപ്പോൾ നിങ്ങളോട് ഞാൻ അദ്ദേഹത്തിന് ഒരു കൺഗ്രാജുലേഷൻ കൊടുക്കുകയാണ്. അപ്പോൾ സാർ ഒരുപാട് പ്രയത്നിച്ചു. നിങ്ങൾക്ക് എന്താ വെച്ചാൽ ഇൻ്റർവ്യൂവിൻ്റെ ക്ലാസ്സും അതുപോലെ തന്നെ അവിടെ പോയ ടെസ്റ്റിന് എന്തൊക്കെ ചോദിക്കും, ഒരു RTA വന്ന് നമ്മളെ എന്തൊക്കെ ചോദിക്കും, അപ്പോൾ നമ്മളെങ്ങനെ ടെസ്റ്റിൽ പങ്കെടുക്കാം എന്ന് നിങ്ങൾക്ക് ക്ലാസ് തന്നു. അതുപോലെ റോഡ് ക്ലാസ് തന്നു സാറ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം നിങ്ങളുടെ പുറകിൽ എല്ലാം ആയിക്കൊണ്ട് തന്നെ അദ്ദേഹം ഒരു നിഴലായി നിന്നു. അപ്പോൾ അതിലുപരി ഓൺലൈനിലായിട്ട് ക്ലാസ്സുകൾ, ഇൻ്റർവ്യൂക്ക് എങ്ങനെ പങ്കെടുക്കാം, എങ്ങനെ പോയി ഇരിക്കാം, എങ്ങനെ സംസാരിക്കാം, പിന്നെ എന്തൊക്കെ ചോദ്യങ്ങൾ വരും എന്നതിനൊക്കെ ക്ലാസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എല്ലാ സുഹൃത്തുക്കളും വളരെ ഗുണങ്ങൾ ചെയ്തു എന്നാണ് നമ്മൾ കരുതുന്നത്. അപ്പോൾ അത് ഗുണങ്ങൾ ചെയ്ത് റാങ്കിൽ ഫ്രണ്ടിൽ വന്നു അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ട എല്ലാവരും തന്നെ നമ്മുടെ ഈ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യണം. സാർ എത്രയാണ് റാങ്ക്, അപ്പോൾ സാറിൻ്റെ ക്ലാസ് എങ്ങനെയായിരുന്നു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സാറിൻ്റെ ക്ലാസ് എങ്ങനെയായിരുന്നു എന്നും കൂടി ഞങ്ങളെ അറിയിക്കണം. അത് ഞങ്ങൾക്ക് വളരെ ഗുണങ്ങൾ ചെയ്യും. കാരണം അടുത്ത റാങ്ക് ലിസ്റ്റിൽ ഞങ്ങൾക്ക് നിങ്ങൾ ഇതേപോലെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇത് ചോദിക്കുന്നത്. അപ്പോൾ ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവർക്കും വളരെ നന്ദി.